നമ്മള് കടയിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നു. ഇന്ന് ബാർബിക്യൂ നൈറ്റ് ആണ്. ബാർബിക്യൂ നൈറ്റ്. അപ്പൊ ഞങ്ങള് നേരെ നമുക്ക് അവിടെ ഒരു ഷെഫിന്റെ വേക്കൻസി ഉണ്ട്. സദേൺ സ്പൈസ്. ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തമായിട്ടുള്ള ബ്രാൻഡ് തുടങ്ങുന്നതായിരിക്കും. മറ്റൊരു വ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മള് കുറച്ച് പരിപാടികളുണ്ട്. നമുക്ക് ഇന്ന് ഒരു അതിഥിയുണ്ട്. വന്നോണ്ട് തന്നെ എന്റെ ഷർട്ട് ചൂണ്ടി. രാജീവ് അമല വന്നിട്ടുണ്ട്. മമ്മി ബാക്ക് ടു ആക്ഷൻ. മദർ എങ്ങനെ തിരികെയാണ്. എല്ലാവർക്കും നമസ്കാരം. ഒരാഴ്ചത്തെ യാത്ര കഴിഞ്ഞ് ഈ വേദിയിലേക്ക് പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. രാവിലെ സ്റ്റൂവും ചപ്പാത്തിയും ബ്രേക്ക്ഫാസ്റ്റ്. എവിടെ പോവാ? നീ പോകുന്നില്ല? നീ അമ്മച്ചോട് ഇവിടെ ഇരിക്കുക. വേണ്ടേ? തല മാറ. ഞങ്ങള് കടയിൽ സാധനം മേടിക്കാൻ പോവാണ്. മലയാളി കടയിൽ. നമ്മള് കടയിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നു. ഇന്ന് ബാർബിക്യൂ നൈറ്റ് ആണ്. ബാർബിക്യൂവിന് വേണ്ടിയുള്ള സാധനങ്ങൾ 5 സെറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മുടെ ബാർബിക്യൂ, പുറത്തെ ബാർബിക്യൂ ഇന്ന് ഉദ്ഘാടനം ചെയ്യുകയാണ്. ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി യുകെയിലെ പ്രശസ്ത യൂട്യൂബറും ഷെഫുമായ ദീപു ചേട്ടനെ വിളിച്ചിട്ടുണ്ട്. ദീപു ചേട്ടൻ വരും വൈകുന്നേരം. ദീപു ചേട്ടൻ ഞങ്ങൾ എല്ലാവരും കൂടെ രാജീവുണ്ട്. ഷെഫിനെ നമ്മള് ട്രീറ്റ് ചെയ്യാണ്. അപ്പൊ നമ്മള് ഇന്നത്തെ പരിപാടി അതൊക്കെയാണ്. ഇന്ന് കുറച്ച് ബർഗർ കാര്യങ്ങൾ അതെല്ലാം മേടിച്ചിട്ടുണ്ട്. തുണിയെടുത്ത് പുറത്ത് അയക്കകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല വെയിൽ കാണുമ്പോൾ മമ്മിക്ക് പിന്നെ കൊതിയാവും. അങ്ങനെ നമ്മുടെ ഗാർഡൻ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പ്രമുഖ ഷെഫ് ദീപു ചേട്ടൻ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഡീലി ചേച്ചിയുണ്ട്, പിള്ളേരുണ്ട്, എല്ലാവരും പുറത്തിറങ്ങി നിൽക്കുകയാണ്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഗാർഡൻ അടിപൊളി. അതെ. ഈ സൈഡ് ഇങ്ങനെ പൊങ്ങി നിൽക്കണോണ്ട് അപ്പുറത്തേക്കൊന്നും അങ്ങനെ ഒളിഞ്ഞു നോക്കാനൊന്നും പോകണ്ട. ഈ സൈഡ് ഓക്കെ. അപ്പുറത്തെ സൈഡ് നേരത്തെ സ്ലോപ്പ് അല്ലായിരുന്നോ? അപ്പൊ അതുകൊണ്ട് ഈ സൈഡ് ഇച്ചിരി ഇതായിപ്പോയി, താന്നു. പ്രലോഭനങ്ങളൊന്നും അതിലൊന്നും നമ്മള് വീഴാത്ത വ്യക്തിയാണ്. അഞ്ജുവിനെ വീഴാൻ സമ്മതിക്കൂല. അഞ്ജുണ്ട്. മമ്മി ഒരു സൈഡില്, അഞ്ജു ഒരു സൈഡില്. ഇതൊക്കെ രസം. ഇന്നലത്തെ പൂളിന്റെ ഇതാണ്. അമല പറയായിരുന്നു പണ്ട് ഇവൻ ഇസ്രായേലിൽ നിന്നാണ്ട് പോർട്ടുഗൽ കൊണ്ടുവന്നു. അമലോട് ഇവൻ പറഞ്ഞു തൊട്ട് പോലും കുടിക്കരുത്, അവക്കിത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. അപ്പൊ ഇവരെല്ലാരും സിപ്പ് ചെയ്തു. ഇവളിങ്ങനെ നോക്കുന്നുണ്ട്, ഒരു രക്ഷയില്ല. അവസാനം അതെടുത്ത് അവള് മോഹം കഴിയും. അങ്ങനെയെങ്കിലും ഒരാശ്വാസം. ഒരാശ്വാസം അല്ലേ? ആ മോഹം കഴി കൊടുത്ത് ഒരു 2-3 തുള്ളിയാണ് ഇങ്ങനെ വാഴ നിറഞ്ഞപ്പോ ചീര കഴിച്ചു കണ്ട് ഭയങ്കര ആന്റി ഓക്സിഡന്റ് ആണോ? അപ്പൊ ഈ ആന്റി ഓക്സിഡന്റ് കുറച്ച് കിട്ടണമല്ലോ നമ്മുടെ ശരീരത്തിന്. ഞാൻ പറയായിരുന്നു ഇവന് ടച്ച് പോലും ചെയ്യില്ല. ഇവൻ സ്വർഗത്തിൽ പോകുമ്പോ ഞങ്ങളെല്ലാം നരകത്തിൽ ഇരുന്ന് ഞാൻ പറഞ്ഞോണ്ടിരുന്നേ, അവിടെ ഒരു സുഖമില്ല. നമ്മൾ ഈ അടിക്കത്തില്ലെങ്കിൽ ആ അടിക്കുന്നവരുടെ കൂടെ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും ഫിറ്റ് ആയിട്ടിരിക്കുന്നത് ഞാനായിരിക്കും. അല്ലേലും ഇവരൊക്കെ തന്നെ ഇതായിരുന്നു. പക്ഷെ ഈ പാവപ്പെട്ട എന്റെ കൊച്ചു നിൽക്കുന്ന അതെടുത്ത് പോസ്റ്റ് ഉണ്ട്. നമ്മളല്ല ഓക്കെ. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും വിചാരം ഞാൻ നല്ല ഭയങ്കര വെള്ളടിക്കാരനാണ്. ഞാൻ എവിടെ 25 വർഷമായിട്ട് ഞാൻ സ്പിരിറ്റ് തൊട്ടിട്ടില്ല. വല്ലപ്പോഴും ബീറടി. വീഡിയോ കാണുന്ന എല്ലാ മിക്കവാറും ഞങ്ങളുടെ അവിടെ കുറച്ച് പേരുണ്ട് നിങ്ങളുടെ വീഡിയോ കാണുന്നത്. പക്ഷെ നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. വീഡിയോ കണ്ടിട്ടല്ല, വീഡിയോ വെച്ചിട്ടല്ല ഇഷ്ടം, അല്ലാതെ എന്തോ ഭയങ്കര ഇഷ്ടമാണ്. എന്നെ പലർക്കും ഇഷ്ടമാണ്. ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരിക്കും. എനിക്ക് എന്നാ പറയാ, പ്രത്യേകിച്ച് പെൺപിള്ളേർക്കൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. എന്നാണോ
എവിടെ മമ്മി ഇവിടെ ഇരിക്കണു അതുകൊണ്ട് ഒന്നുകൂടെ പറയാം എല്ലായിടത്തും കൂടെ പോരൂന്ന്. പരമാവധി ശ്രമിച്ചു നോക്കി നടന്നില്ല. അപ്പൊ നമുക്ക് തുടങ്ങാം. ഇപ്പൊ ഭയങ്കര ഇവരുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമ്പോ ഇങ്ങനെ അതും ഇതെല്ലാം പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ഇവിടെ പിരികെട്ടും. ഞാനിങ്ങനെ മോന്തൊക്കെ ഉറപ്പിച്ച് ഇങ്ങനെ വരണം. എന്നാടി വെച്ച് ഒന്നുമില്ല. നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ ഇവനുണ്ട് ജോമോനും അങ്ങനത്തെ ഒരു അഞ്ചു പറഞ്ഞു കൊടുക്കും. നമ്മുടെ നാട്ടുകാരില് ഞങ്ങളുടെ ഏരിയയിലുള്ള എല്ലാരും നിഷ്കളങ്കരും സ്വഭാവികളും. അഞ്ച് പോയി അന്നേരം ആരും ഇല്ലൊരു സപ്പോർട്ടിന്. നമ്മുടെ ചെറിയ ഗാർഡന്റെ ബാർബിക്യൂ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രശസ്ത യൂട്യൂബറും സെലിബ്രിറ്റി ഷെഫുമായ ഇവിടെ കത്തിയൊരു നാടൊരു മുറിക്കും. ബിയർ അടിച്ചാൽ സൗണ്ട് കിട്ടണം. മിന്നിച്ചേക്കണേ ദൈവമേ മിന്നിച്ചേക്കണേ. ഇനി ഇതങ്ങോട്ട് എന്തോ ആവട്ടെ. എന്നും അഞ്ചുന്റെ കബാബ് റോൾസ്. ഷെഫ് അഞ്ജുവിന്റെ കലാവിരുത് പരീക്ഷകമാണ്. കബാബ് റോൾ, കബാബ് റോൾസ് ഒക്കെ പ്രത്യേക സോസും. നമുക്ക് അവിടെ ഒരു ഷെഫിന്റെ വേക്കൻസി ഉണ്ട്, സദേൺ സ്പൈസ്. ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തമായിട്ടുള്ള ബ്രാൻഡ് തുടങ്ങുന്നതായിരിക്കും. കൊള്ളാം. അടിപൊളി 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 അടിപൊളി. അഞ്ചു സൂപ്പർ. നോർത്തേൺ സ്പൈസ് അല്ലേ, നമ്മൾ മിസ്റ്റർ ആൻഡ് മിസ്സിസ് കൈപ്പൻസ് റെസ്റ്റോറന്റ് നമ്മൾ തുടങ്ങുന്നതായിരിക്കും ഫ്യൂച്ചറിൽ. നീയുണ്ട് ജൂനിയർ കൈപ്പനുണ്ട്. അതെ, സോളാറിന്റെ ലൈറ്റ് ഒക്കെ കുഞ്ഞുമണിയുടെ കയ്യിരിപ്പുണ്ട്. സോളാർ തീർന്നു എന്ന് പറയാൻ പറഞ്ഞു. നമ്മുടെ ബാർബിക്യൂ സെറ്റ് ചെയ്യുന്നു. ഇപ്പം നമ്മുടെ ബാർബിക്യൂ ഏകദേശമൊക്കെ സെറ്റായിട്ടുണ്ട്. ഇത് സോസേജ് റോളിനുള്ള സെറ്റപ്പ്, ബണ്ണൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടേബിളൊക്കെ എടുത്ത് പുറത്തിട്ടു. ഇനിയിപ്പോൾ നമ്മൾ പുറത്തിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അടിപൊളി. അപ്പം നമ്മുടെ ബാർബിക്യൂ നൈറ്റിൻ്റെ എല്ലാ സാധനങ്ങളും സെറ്റായിട്ടുണ്ട്. അടിപൊളി അടിപൊളി ഒരു ദിവസമായിരുന്നു. ആ കസേരല്ല, സൈക്കിള് കുഞ്ഞുവേണ്ടി നീ ഓടിക്കും. അത് പറയാൻ അത് ഇത്രയും താളം പിടിച്ചോളൂ. നിന്റെ സൈക്കിൾ ഇപ്പൊ ഓടിക്കും. ആ ഇറങ്ങും. കുഞ്ഞുവേണ്ടി സോസും കൊണ്ടൊക്കെ കിടക്കുന്നു, കെച്ചപ്പ് കൊണ്ടൊക്കെ. എന്നാലും ദീപു ചേട്ടനെ കൊണ്ടുവന്നാണ്. ദീപു ചേട്ടനൊക്കെ പോയി, രാജീവും പോയി. രാജീവ് വെളുപ്പിനെ പോയി. ദീപു ചേട്ടനൊക്കെ രാത്രി 12:30 ആയപ്പോൾ പോയി ഇവിടുന്ന്. ഞങ്ങൾ രാവിലെ കുറച്ച് ഒരു പുറത്തിടാൻ ഒരു ചെയറും ഒക്കെ മേടിക്കാൻ പോവാണ്. അതുപോലെ അഞ്ജുവിൻ്റെ ഞാൻ ബർത്ത്ഡേക്ക് മേടിച്ചു കൊടുത്ത ഷൂ അവളുടെ അത് സോഫ്റ്റ് അല്ല, കാലിലിടുമ്പോഴേ. പക്ഷെ അത് കളറും കാര്യങ്ങളൊക്കെ രസമാണ്. ഷൂ ഇഷ്ടപ്പെട്ടു, പക്ഷേ ഇട്ട് കഴിയുമ്പോ ഭയങ്കര എന്താ പറയാ ഒരു ഹാർഡാണ്, വെയിറ്റ് ആണ്. അപ്പൊ അതിന്റെ പോകുന്ന വഴിക്ക് എനിക്കൊരു ചുമന്ന ഷൂ മേടിക്കണം. ചുമന്ന ഷൂ. ദൃശ്യം സിനിമ കാണുമ്പോ എല്ലാരും പോയി മുടിയൊക്കെ വെട്ടി. ഞാനും ചുങ്കും പോയി മുടിയൊക്കെ വെട്ടി. എല്ലാരും ഇല്ല, പിള്ളേർക്ക് ഇവിടെ 12 വയസ്സിന് മേലുള്ള ആൾക്കാര്, താഴെയുള്ള ആൾക്കാർക്ക് കാണാൻ പറ്റത്തില്ല. അപ്പൊ പിന്നെ ഞങ്ങള് ദൃശ്യ സിനിമ കാണാൻ പോവാണ്. മമ്മി ഓൾറെഡി കണ്ടതാണ്. എന്ത് വേണ്ടേ ആ കൊടുക്ക്. അമ്മച്ചി ഓൾറെഡി ഉപ്പയുടെ അടുത്ത് പോയപ്പോ കണ്ട് സിനിമ. അപ്പൊ പിന്നെ ഞാനും അഞ്ചൂടെ പോകാന്ന് വിചാരിച്ചു. 9:30 അപ്പൊ ഞങ്ങള് നേരെ ദൃശ്യം കാണാൻ പോകുന്നു. മറ്റൊരു വ്ളോഗുമായിട്ട് കാണുന്നവരെ എല്ലാം കൊണ്ടും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്. 9:30 ദൃശ്യം. അതെ, മുടിയൊക്കെ വെട്ടി ആകെ കൊല കേട്ടായി. ഇച്ചിരി കളറൊക്കെ ചെയ്ത് സെറ്റായി.